ഒരു ദിവസം അണ്ണാറക്കണ്ണൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ആരോ കരയുന്നത് കേട്ടത്. എവിടുന്നാണ് കരച്ചിലെന്നറിയാൻ അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി. ഒരു ഗുഹയിൽ നിന്നായിരുന്നു ആ കരച്ചിൽ വരുന്നത്. അവൻ ആ ഗുഹയിലേക്ക് ഓടിക്കയറി. എന്തു പറ്റി ചങ്ങാതി? എന്തിനാ നീ കരയുന്നത്? ഒരു ചെന്നായിയുടെ ആക്രമണം കൊണ്ട് എന്റെ കാലിന് മുറിവ് പറ്റിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് എങ്ങോട്ടും പോവാൻ കഴിയുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ ചങ്ങാതി? നീ വിഷമിക്കേണ്ട, ഞാൻ മുങ്ങവൈദ്യരുടെ അടുത്ത് പോയി നിനക്കുള്ള മരുന്നുമായി ഉടനെ വരാം. അത് മതി. അണ്ണാറക്കണ്ണൻ ഉടനെ അവിടെ നിന്നിറങ്ങി മൂങ്ങവൈദ്യരുടെ വീട്ടിലേക്ക് പോയി. എന്താ അണ്ണാറക്കണ്ണ ഇങ്ങോട്ടേക്ക്? എന്തു പറ്റി? എന്റെ ചങ്ങാതി കാലിന് മുറിവ് പറ്റിയത് കാരണം നടക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുകയാണ്. അവന്റെ മുറിവ് മാറാനുള്ള മരുന്ന് വല്ലതും ഉണ്ടോ? ഇതാ, ഈ മരുന്ന് ചങ്ങാതിയോട് കഴിക്കാൻ പറയണം. മുറിവ് പെട്ടെന്നുണങ്ങും. അവൻ മരുന്നുമായി വേഗം ഗുഹയിലേക്ക് പോയി. ഈ മരുന്ന് കഴിച്ചു നോക്ക്, മുറിവ് പെട്ടെന്നുണങ്ങുമെന്നാ വൈദ്യര് പറഞ്ഞത്. നന്ദിയുണ്ട് അണ്ണാറക്കണ്ണ, എന്റെ വേദനകളൊക്കെ മാറി. നീ എന്നും എന്റെ നല്ല ചങ്ങാതിയായിരിക്കും. അങ്ങനെ അണ്ണാറക്കണ്ണനും കുറിഞ്ഞിപ്പൂച്ചയും നല്ല ചങ്ങാതിമാരായി.